സ്പേസിൽ ഡോക്കിംഗ് ആണ് ചാന്ദ്രയാത്രയിലേക്കുള്ള അടുത്ത പടി. ഇതിനു വേണ്ടിയുള്ള പല ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു. 1965 ഡിസംബർ 12 ജെമിനി 6 വിക്ഷേപണത്തിന് തയ്യാറായി. രണ്ടാമത്തെ ശ്രമം 8 ദിവസം മുമ്പ് വിക്ഷേപിച്ച ജെമിനി 7 സന്ധിക്കുകയായിരുന്നു ലക്ഷ്യം. 3, 2, 1, കൗണ്ട് ഡൗൺ അവസാനിച്ചു. റോക്കറ്റ് ഫയർ ചെയ്തു. പക്ഷെ 1.5 സെക്കൻഡ് കൊണ്ട് എഞ്ചിൻ ഷട്ട് ഡൗൺ ആയി. യാത്രികർ ഓരോ ഡീറിങ്ങിൽ പിടിച്ചാണ് ഇരിക്കുന്നത്. വിക്ഷേപണത്തിൽ തകരാറുണ്ടായാൽ അവ വലിച്ചാൽ മതി. പേടകം തെറിച്ചുപോയി സുരക്ഷിതമായി ലാൻഡ് ചെയ്യും. പക്ഷെ അതോടെ പേടകം ഉപയോഗശൂന്യമാകും. ഡോക്കിങ്ങിന് വേറെ 2 ദൗത്യങ്ങൾ തയ്യാറാക്കേണ്ടിയും വരും. 3 ലക്ഷം പൗണ്ട് റോക്കറ്റ് ഇന്ധനത്തിന് മുകളിലാണ് അവർ ഇരിക്കുന്നത്. ഗ്രൗണ്ടിൽ തീ പടരുന്നുമുണ്ട്. പക്ഷെ വാലി ഷീറ റിങ് വലിച്ചില്ല. അയാൾ അടുത്ത ചലനത്തിനായി കാത്തിരുന്നു. തന്റെ കമാൻഡറിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന പൈലറ്റും കാത്തിരുന്നു. നമസ്കാരം. സൗരയൂഥം താണ്ടിയ മനുഷ്യൻ എന്ന പരമ്പരയുടെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെർക്കുറി പ്രോഗ്രാമിന് ശേഷമാണ് ഹൂസ്റ്റൺ എന്നറിയപ്പെടുന്ന ലിൻഡൻ ബി ജോൺസൺ സ്പേസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ഡേറ്റ സ്വീകരിക്കുന്നതിനായി ഭൂമിയിൽ ആകെ വ്യാപിച്ചു കിടക്കുന്ന 89 ഗ്രൗണ്ട് സ്റ്റേഷനുകളും കപ്പലുകളും അടങ്ങുന്ന ഒരു വലിയ നെറ്റ്വർക്ക് രൂപം കൊണ്ടിരുന്നു. ഇവിടെ നിന്നെല്ലാമുള്ള ഇൻഫർമേഷനുകൾ യഥാസമയം മെരിലാൻഡിലുള്ള ഗോദാർദ് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിൽ എത്തിച്ചേരും. IBMന്റെ 7094 എന്നറിയപ്പെടുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ഒരു ശൃംഖലയാണ് പ്രധാനപ്പെട്ട ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. 2 IBM 7094 ഒരുമിച്ച് പ്രവർത്തിച്ചാൽ പോലും ഇന്നത്തെ ഒരു സെൽഫോണിൻ്റെ ശേഷിയോളം വരില്ലായിരുന്നു എന്നത് മറ്റൊരു വസ്തുത. 1964 നവംബർ 28 നാസ മാരിനർ 4 വിക്ഷേപിക്കുന്നത്. ചൊവ്വയുടെ ഉപരിതല ചിത്രങ്ങൾ എടുക്കുകയായിരുന്നു ഉദ്ദേശം. 127 സെന്റിമീറ്റർ വ്യാസവും 46 സെന്റിമീറ്റർ കനവുമുള്ള ഒരു ഒക്ടഗണൽ ഫ്രെയിമിലാണ് പേടകം ഉറപ്പിച്ചിരിക്കുന്നത്. 7 സെന്റിമീറ്ററോളം നീളമുള്ള സൗര പാനലുകളും 104 സെന്റിമീറ്റർ ഇൻറ്റു 66 സെന്റിമീറ്റർ എലിപ്റ്റിക്കൽ ആൻറ്റനകളും, ഹീലിയം മാഗ്നറ്റോമീറ്റർ, ഗീഗർ കൗണ്ടർ, റേഡിയേഷൻ ഡിറ്റക്ടർ, കോസ്മിക് റേ ടെലിസ്കോപ്പ്, സോളാർ പ്ലാസ്മ പ്രോബ്, കോസ്മിക് ഡസ്റ്റ് ഡിറ്റക്ടർ, ഏറ്റവും പ്രധാനമായി ഒരു കാസഗ്രെയിൻ ടെലിസ്കോപ്പ് അടങ്ങുന്ന ടെലിവിഷൻ ക്യാമറ. ഇത്രയുമായിരുന്നു ക്യാപ്സ്യൂളിലെ സംവിധാനങ്ങൾ. 261 കിലോ ആയിരുന്നു ക്യാപ്സ്യൂളിന്റെ ആകെ ഭാരം. ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു പാർക്കിംഗ് ഓർബിറ്റിൽ എത്തിയതിനു ശേഷമാണ് മാർസ് ട്രാൻസ്ഫർ ഓർബിറ്റിനെ ലക്ഷ്യമാക്കി അടുത്ത ഘട്ടം റോക്കറ്റ് പ്രവർത്തിക്കുന്നത്. കോടിക്കണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയിൽ ഈ കൊച്ചു പേടകത്തിന് വഴികാട്ടിയായി പ്രവർത്തിക്കുന്നത് കരീന അഥവാ ഓരായം എന്ന നക്ഷത്രഗണത്തിലെ കാനോപ്പസ് എന്ന നക്ഷത്രമാണ്. ഒരു ദിവസത്തെ പരിശ്രമത്തിന് ശേഷമാണ് പേടകം കാനോപ്പസുമായി ലോക്ക് ചെയ്തത്. 7.5 മാസത്തെ യാത്രയാണ് വേണ്ടത്. ആദ്യം ഒരിക്കലേ തിരുത്തൽ വേണ്ടി വന്നുള്ളൂ. 20 സെക്കൻഡ് നേരം ഒരു റോക്കറ്റ് ജ്വലിപ്പിച്ചുകൊണ്ടാണ് ഇത് സാധിച്ചത്. 65 ജൂലൈ 15 പേടകം ചൊവ്വയോട് 9864 കിലോമീറ്റർ വരെ അടുത്തെത്തി. ഗ്രഹത്തെ ചുറ്റി പറന്നു. 21 ചിത്രങ്ങളാണ് എടുത്തത്. അവ പേടകത്തിലെ ടേപ്പ് റെക്കോർഡറിൽ സ്റ്റോർ ചെയ്തു. ഓഗസ്റ്റ് 3 ഭൂമിയിലേക്കുള്ള ട്രാൻസ്മിഷൻ തുടങ്ങിയത്. ഓരോ ചിത്രവും ട്രാൻസ്മിറ്റ് ചെയ്യാൻ 8 മണിക്കൂർ വീതം സമയം വേണ്ടിവന്നു. 1965 ഒക്ടോബർ 1 വരെ പേടകവുമായി ആശയവിനിമയം സാധ്യമായിരുന്നു. 31 കോടി കിലോമീറ്റർ അകലെ നിന്ന് 634 KB ഡേറ്റയാണ് ആകെ ലഭിച്ചത്. ക്രേറ്ററുകളുള്ള ചിത്രങ്ങളാണ് മാരിനർക്ക് ലഭിച്ചത്. എന്നാൽ അത് ആ പ്രത്യേക പ്രദേശത്തിൻ്റെ മാത്രം സവിശേഷതയായിരുന്നു. ചന്ദ്രനെ അപേക്ഷിച്ച് ചൊവ്വയിൽ ക്രേറ്ററുകൾ കുറവാണ്. 4.1 മുതൽ 7 മില്ലിബാർ വരെയാണ് അന്തരീക്ഷമർദ്ദം കണക്കാക്കിയത്. ഭൂമിയിൽ ഇത് 1000-ൽ പരമാണ്. പകലത്തെ ഊഷ്മാവ് -100 ഡിഗ്രി സെൽഷ്യസ്. പ്രോജക്റ്റ് മെർക്കുറിക്ക് ശേഷമുള്ള അമേരിക്കയുടെ 2ാമത്തെ സ്പേസ് പ്രോഗ്രാമായിരുന്നു ജെമിനി. 1961 മുതൽ 66 വരെ നീണ്ടുനിന്നു. അപ്പോളോ പ്രോഗ്രാമിനോടൊപ്പം തന്നെയായിരുന്നു ജെമിനിയും പുരോഗമിച്ചത്. 12 ദൗത്യങ്ങളാണ് ആകെ വിക്ഷേപിച്ചത്. ഒരു ചാന്ദ്ര ദൗത്യത്തിന് ആവശ്യമായതിൽ കൂടുതൽ സമയം സ്പേസിൽ ചിലവഴിക്കുക, പേടകത്തിന് പുറത്തുള്ള പ്രവർത്തനങ്ങൾ, ഭ്രമണപഥത്തിലെ പ്രകടനങ്ങൾ, സ്പേസിലെ ഡോക്കിംഗ്, ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. യാത്രക്കാരില്ലാത്ത ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ജെമിനി 1. 1964 ഏപ്രിൽ 8 വിക്ഷേപണം.
തിരിച്ച് അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ കത്തി നശിക്കത്തക്ക വിധമായിരുന്നു അതിൻ്റെ നിർമ്മിതി. റോക്കറ്റിൻ്റെ ശേഷി പരിശോധിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ജെമിനി 2 യാത്രക്കാരില്ലാത്ത ദൗത്യമായിരുന്നു. ഏറെ വൈകിയാണ് ജെമിനിയുടെ രണ്ടാമത്തെ ദൗത്യം സാധ്യമായത്. 65 ജനുവരി 19 വിക്ഷേപിച്ചു. 18 മിനിറ്റിന് ശേഷം തിരിച്ചിറങ്ങി. ഹീറ്റ് ഷീൽഡിന്റെ പരിശോധനയായിരുന്നു പ്രധാന ലക്ഷ്യം. 2 യാത്രക്കാരുമായിട്ടുള്ള അമേരിക്കയുടെ ആദ്യ ബഹിരാകാശ ദൗത്യമായിരുന്നു ജെമിനി 3. 1965 മാർച്ച് 3 വിക്ഷേപണം. ബ്ലസ് ഗ്രിസോമും ജോൺ യങ്ങുമായിരുന്നു യാത്രികർ. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ദുരന്ത കഥാപാത്രമായ ഗ്രിസോമിന്റെ ആദ്യ യാത്ര മുൻപൊരു എപ്പിസോഡിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ യാത്രികനായ ജോൺ ഡബ്ല്യു യങ്ങിന്റെ ആദ്യ യാത്രയായിരുന്നു ജെമിനി 3. യാത്രക്കിടെ റിട്രോ റോക്കറ്റുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഓർബിറ്റിന്റെ ഉയരം കുറയ്ക്കാനും ഗതി മാറ്റുവാനുമൊക്കെ കഴിഞ്ഞു. ആദ്യമായിട്ടാണ് സ്പേസിൽ വെച്ച് ഒരു ദൗത്യത്തിന് ഇത് സാധ്യമാകുന്നത്. 5 മണിക്കൂറിൽ 3 പ്രദക്ഷിണത്തിന് ശേഷം ജെമിനി 3 പസഫിക്കിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തു. 1965 ജൂൺ 3 ജെമിനി 4 വിക്ഷേപിച്ചത്. ജെയിംസ് മക്ലിവിറ്റും എഡ് വൈറ്റുമായിരുന്നു യാത്രികർ. 4 ദിവസം കൊണ്ട് അവർ ഭൂമിയെ 66 തവണ പ്രദക്ഷിണം ചെയ്തു. വിക്ഷേപണത്തിന്റെ ബ്രോഡ്കാസ്റ്റ് മുതൽ തന്നെ ജെമിനി 4 ചരിത്രം കുറിച്ചിരുന്നു. 12 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ലിഫ്റ്റ് ഓഫിന്റെ ലൈവ് ടെലികാസ്റ്റ് കാണാൻ കഴിഞ്ഞു. ഏർലി ബേർഡ് എന്ന സാറ്റലൈറ്റിന്റെ സഹായത്തോടെയായിരുന്നു ടെലികാസ്റ്റ്. ആദ്യത്തെ പ്രദക്ഷിണത്തിൽ തന്നെ എരിഞ്ഞു തീർന്ന രണ്ടാം ഘട്ട റോക്കറ്റിന്റെ അവശിഷ്ടവുമായി സന്ധിക്കുന്നതിനുള്ള ഒരു ശ്രമം മക്ലിവിറ്റ് നടത്തുകയുണ്ടായി. ബഹിരാകാശത്തെ ആദ്യത്തെ റോണ്ടവ്യൂവിനുള്ള ശ്രമം. പക്ഷെ അത് വിജയിച്ചില്ല. സ്പേസിൽ വെച്ച് 2 വാഹനങ്ങൾ തമ്മിൽ സന്ധിക്കുന്നതിന് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. നാസയിലെ എഞ്ചിനീയർമാർക്ക് ഇനിയും അവ മുഴുവനായി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പ്രദക്ഷിണത്തിലാണ് വൈറ്റ് പേടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയത്. പേടകത്തിൽ നിന്ന് സ്പേസിലേക്ക് ഇറങ്ങാൻ അമേരിക്ക മറ്റൊരു സങ്കേതമാണ് ഉപയോഗിച്ചത്. പേടകത്തെ പൂർണ്ണമായി ഡീപ്രഷറൈസ് ചെയ്തിട്ട് പുറത്തേക്കുള്ള വാതിൽ തുറക്കുകയായിരുന്നു. കമ്മ്യൂണിക്കേഷനിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും സ്പേസ് വാക്ക് സുഗമമായിരുന്നു. ഒരു സിപ്പ് കാർ ഉപയോഗിച്ചാണ് വൈറ്റ് സ്പേസിലൂടെ നടന്നത്. അതിലെ പ്രഷറൈസ്ഡ് ഓക്സിജൻ പുറത്തേക്ക് പ്രവഹിപ്പിക്കുന്നതിനനുസരിച്ച് എതിർദിശയിൽ ചലനം സാധ്യമാകും. ഇതുപയോഗിച്ച് വൈറ്റ് പേടകത്തിന് ചുറ്റും സഞ്ചരിച്ചപ്പോൾ മക്ലിവിറ്റ് ചിത്രങ്ങളെടുത്തു. അപ്പോഴേക്കും പേടകം സോളാർ ടെർമിനേറ്ററിനെ അഥവാ രാത്രിയും പകലും തമ്മിൽ വേർതിരിക്കുന്ന രേഖയെ സമീപിച്ചു തുടങ്ങിയിരുന്നു. പ്ലാൻ അനുസരിച്ച് സ്പേസ് വാക്കിനുള്ള സമയം അവസാനിച്ചിരുന്നു. പക്ഷെ വൈറ്റിന് യാത്ര അവസാനിപ്പിക്കാൻ മനസ്സ് വന്നില്ല. ചിത്രങ്ങൾ എടുക്കാനെന്ന ഒഴികഴിവിൽ അദ്ദേഹം 13 മിനിറ്റ് കൂടി ബഹിരാകാശത്ത് ചുറ്റിത്തിരിഞ്ഞു. ഒടുവിൽ ഗ്രൗണ്ട് കൺട്രോൾ കർശന നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് മൂപ്പർ പേടകത്തിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയത്. ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ നിമിഷമെന്നാണ് യാത്ര അവസാനിപ്പിച്ച ആ സമയത്തെ വൈറ്റ് വിശേഷിപ്പിച്ചത്. വൈറ്റ് ഉള്ളിൽ കയറിയപ്പോഴേക്കും പേടകം ഇരുട്ടിലേക്ക് പ്രവേശിച്ചിരുന്നു. 4 ദിവസം നീണ്ട ദൗത്യം വിജയകരമായി പര്യവസാനിച്ചു. സ്പേസിൽ ചിലവഴിച്ച സമയത്തിന്റെ കാര്യത്തിൽ അമേരിക്ക സോവിയറ്റ് യൂണിയനെ മറികടന്നത് ജെമിനി 5 എന്ന ദൗത്യത്തിലാണ്. 1965 ഓഗസ്റ്റ് 26 വിക്ഷേപിച്ചത്. ഗോർഡൻ കൂപ്പറും ചാൾസ് കോൺറാഡുമായിരുന്നു യാത്രികർ. കൂപ്പറിൻ്റേത് രണ്ടാമത്തെ യാത്രയായിരുന്നു. ഈ ദൗത്യത്തിന്റെ ബാക്കപ്പിലെ ഒരാൾ നീൽ ആംസ്ട്രോങ് ആയിരുന്നു. ഗ്രൗണ്ട് സപ്പോർട്ടിൽ ബസ് ആൾഡ്രിനും ഉണ്ടായിരുന്നു. 8 ദിവസം അവർ സ്പേസിൽ ചിലവഴിച്ചു. ചാന്ദ്രയാത്രയ്ക്ക് വേണ്ടി വരുന്ന അത്ര സമയം. പേടകത്തിൽ ഇത്രയും ദിവസം വൈദ്യുത സപ്ലൈ നിലനിർത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. ഫ്യൂവൽ സെല്ലുകൾ എന്നറിയപ്പെടുന്ന പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ബാറ്ററികളാണ് ഇത് സാധ്യമാക്കിയത്. ബഹിരാകാശത്ത് വെച്ച് 2 വാഹനങ്ങൾ തമ്മിൽ സന്ധിക്കുന്നതിനുള്ള ആദ്യ പരീക്ഷണം ഈ ദൗത്യത്തിലാണ് നടത്തിയത്. ദൗത്യത്തിൽ നിന്നുള്ള ഒരു ഡമ്മി ടാർജറ്റ് വിക്ഷേപിച്ചിട്ട് വാഹനത്തെ അതുമായി സന്ധിപ്പിക്കാനായിരുന്നു പരിപാടി. പക്ഷെ ഒരു സ്വിച്ചിനുണ്ടായ തകരാറ് മൂലം അത് സാധ്യമായില്ല. അടുത്ത പടി മുൻകൂട്ടി നിശ്ചയിച്ച ഒരു സ്ഥാനത്തേക്ക് വാഹനം എത്തിക്കാനുള്ള ശ്രമം നടത്തി. അതും പക്ഷെ പൂർണ്ണമായി വിജയിച്ചില്ല. ഒരു സാധാരണ കാറിന്റെ മുൻ സീറ്റിന്റെ വലിപ്പമുള്ള ഒരു ക്യാബിനിൽ അവർ 8 ദിവസം ചിലവഴിച്ചു. ഒരു ഗാർബേജ് ക്യാനിനുള്ളിൽ 8 ദിവസം എന്നാണ് ചാൾസ് പെറ്റി ഈ യാത്രയെ വിശേഷിപ്പിച്ചത്. 190 മണിക്കൂറുകൾക്ക് ശേഷം ദൗത്യം ലാൻഡ് ചെയ്തു. റീ എൻട്രി നിയന്ത്രിക്കാനും ആസ്ട്രോനാട്ടുകൾക്ക് കഴിഞ്ഞു. പക്ഷേ പ്രതീക്ഷിച്ചതിൽ നിന്ന് 130 കിലോമീറ്റർ മാറിയാണ് ലാൻഡിംഗ് സാധ്യമായത്. കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയ ഒരു വിവരത്തിലെ ചെറിയ പിശകായിരുന്നു പ്രശ്നം.
24 മണിക്കൂർ കൊണ്ട് ഭൂമിയുടെ ഭ്രമണം 360 ഡിഗ്രി എന്നാണ് രേഖപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ അത് 360.98 ഡിഗ്രി ആണ്. ചാന്ദ്രയാത്രയോടൊപ്പം തന്നെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും മറ്റ് ഗ്രഹങ്ങളെ ലക്ഷ്യമാക്കിയുള്ള പ്രോഗ്രാമുകളും മത്സരിച്ച് നടത്തുന്നുണ്ടായിരുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ അറിവിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഈ ദൗത്യങ്ങൾക്ക് സാധിച്ചു. 1961-നും 1984-നുമിടെ സോവിയറ്റ് യൂണിയൻ ശുക്രനെ ലക്ഷ്യമാക്കി വിക്ഷേപിച്ച ദൗത്യങ്ങളെയാണ് വിനീറ പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. ഇതിൽ 13 എണ്ണം ശുക്രന്റെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു, 10 എണ്ണം ശുക്രനിൽ ഇറങ്ങി. ശുക്രന്റെ അതിതീക്ഷ്ണമായ ഉപരിതല സാഹചര്യങ്ങളിൽ അവയ്ക്ക് പരമാവധി 2 മണിക്കൂർ വരെ അതിജീവിക്കാനാവും. ആദ്യത്തെ 2 ദൗത്യങ്ങളെക്കുറിച്ച് മുൻ എപ്പിസോഡുകളിൽ വിവരിച്ചിട്ടുണ്ട്. 65 നവംബർ 16-നാണ് വിനീറ 3-ന്റെ വിക്ഷേപണം. 66 മാർച്ചിൽ ദൗത്യം ശുക്രനിൽ ഇടിച്ചിറങ്ങി. മറ്റൊരു ഗ്രഹത്തിലേക്കുള്ള മനുഷ്യരുടെ ആദ്യത്തെ പ്രവേശനം. ഗ്രഹോപരിതലത്തിൽ നിന്ന് വിവരങ്ങളൊന്നും ലഭിച്ചില്ല. സ്പേസിൽ വെച്ച് 2 പേടകങ്ങൾ തമ്മിൽ സന്ധിക്കുക എന്ന ദുഷ്കരമായ ലക്ഷ്യം സാധ്യമാക്കിയത് ജെമിനി 6, ജെമിനി 7 എന്നീ അമേരിക്കൻ ദൗത്യങ്ങളായിരുന്നു. മെർക്കുറി അറ്റ്ലസ് 8-ലെ പൈലറ്റായ വാലി ഷിറയും തോമസ് പി സ്റ്റാഫോർഡുമായിരുന്നു ജെമിനി 6-ലെ യാത്രക്കാർ. 65 ഒക്ടോബർ 25-ന് ഷിറയും സ്റ്റാഫോർഡും തങ്ങളുടെ പേടകത്തിൽ കയറി. 15 മിനിറ്റിന് ശേഷം അറ്റ്ലസ് അജേന ടാർഗറ്റ് വെഹിക്കിൾ വിക്ഷേപിച്ചു. അതിൽ യാത്രികരില്ലായിരുന്നു. അതൊരു റോക്കറ്റാണ്. അതിൻ്റെ അവസാന ഘട്ടമാണ് ഓർബിറ്റിലെത്തുക. അതുമായിട്ടാണ് ജെമിനി 6 ഡോക്ക് ചെയ്യേണ്ടത്. ഡോക്ക് ചെയ്ത അവസ്ഥയിൽ ജെമിനി 6-ലെ യാത്രക്കാർക്ക് വേണമെങ്കിൽ അത് വീണ്ടും ജ്വലിപ്പിക്കുകയും 2-നെയും കൂടുതൽ ഉയർന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാവുന്ന രീതിയിലായിരുന്നു ദൗത്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ലോഞ്ച് ചെയ്ത് 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടാർഗറ്റ് വെഹിക്കിൾ പൊട്ടിച്ചിതറി. അതോടെ ജെമിനി 6 ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ജെമിനി 7 ഒരു ദീർഘയാത്രാ ദൗത്യമായിരുന്നു. 2 പേർ 14 ദിവസം സ്പേസിൽ ചിലവഴിക്കുകയായിരുന്നു ഉദ്ദേശം. ജെമിനി 6-ന്റെ 2-ാമത്തെ ദൗത്യം ജെമിനി 7-മായി റോണ്ടവ്യൂ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ജെമിനി 7 വിക്ഷേപിച്ച് 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ജെമിനി 6-ന്റെ 2-ാമത്തെ വിക്ഷേപണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായത്. 65 ഡിസംബർ 12-ന് എല്ലാം കൃത്യമായിരുന്നു. റോക്കറ്റ് എഞ്ചിനുകൾ ചലിച്ചു. പക്ഷേ 1.5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവ ഷട്ട് ഡൗൺ ആയി. അടുത്ത നിമിഷം എന്തു സംഭവിക്കാം? നിറയെ ഇന്ധനമുള്ള ഒരു ടൈറ്റൻ 2 റോക്കറ്റാണ് ഷട്ട് ഡൗൺ ആയിരിക്കുന്നത്. ലോഞ്ച് പാഡിൽ തീ പടരുന്നുണ്ടായിരുന്നു. ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ ദൗത്യവും യാത്രികരും നഷ്ടമാകും. ഗ്രൗണ്ട് കൺട്രോളിലും വലിയ രീതിയിൽ ആൾനാശവും നഷ്ടവും ഉണ്ടാകും. 103 അടി ഉയരവും 10 അടി വ്യാസവുമുള്ള റോക്കറ്റ് വെറുതെ മറിഞ്ഞു വീണാൽ തന്നെ വലിയ നാശനഷ്ടങ്ങളുണ്ടാകും. യാത്രികരുടെ കാൽമുട്ടുകൾക്കിടയിൽ ഓരോ റിംഗ് ഉണ്ട്. അത് പിടിച്ചുകൊണ്ടാണ് യാത്ര പുറപ്പെടുന്നത്. ആ റിങ് വലിച്ചാൽ പേടകം റോക്കറ്റിൽ നിന്ന് ദൂരേക്ക് തെറിച്ചുപോയി സുരക്ഷിതമായി ലാൻഡ് ചെയ്യും. യാത്രികർ രക്ഷപ്പെടും. പക്ഷെ ക്യാപ്സ്യൂൾ നഷ്ടമാകും. ഒരു ക്യാപ്സ്യൂൾ തയ്യാറാക്കാൻ മാസങ്ങൾ വേണ്ടിവരും. ഡോക്കിംഗ് പരീക്ഷണം ഇത്രയും നീളും. പൈലറ്റുമാർക്ക് സ്വന്തം ജീവൻ പോലെ തന്നെ പ്രധാനമാണ് തങ്ങളുടെ യാനവും. വാലി ഷിറ റിങ് വലിച്ചില്ല. ഒരാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത യാത്രികന് അത് ചെയ്യാം. പക്ഷെ തൻ്റെ കമാൻഡറിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നതിനാൽ സ്റ്റാഫോർഡും അതിന് മുതിർന്നില്ല. 3 ലക്ഷം പൗണ്ടോളം വരുന്ന എളുപ്പം ബാഷ്പീകരിക്കുന്നതും അങ്ങേയറ്റം വിഷമയവുമായ ഇന്ധനത്തിന് മുകളിലാണ് അവർ ഇരിക്കുന്നത്. വിക്ഷേപണത്തിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് മുതൽ തന്നെ ക്യാബിനിൽ ശുദ്ധമായ ഓക്സിജനാണ് ഉണ്ടാവുക. ഏറ്റവും ചെറിയ ഒരു സ്പാർക്കിൽ പോലും എല്ലാം കത്തിയമരും. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും അവർ അടുത്ത ചലനത്തിന് വേണ്ടി കാത്തിരുന്നു. 1.5 മണിക്കൂർ കൊണ്ടാണ് അവരെ പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ചത്. ആ മണിക്കൂറുകളുടെ യഥാർത്ഥ ദൈർഘ്യം എത്രയാണെന്ന് ചിന്തിക്കാനേ കഴിയൂ. ബൂസ്റ്ററിൻ്റെ ബേസിൽ നിന്ന് ഇളകിപ്പോയ ഒരു ഇലക്ട്രിക് പ്ലഗ് ആയിരുന്നു 1-ാം പ്രതി. മാസങ്ങൾക്ക് മുമ്പ് ബൂസ്റ്റർ അസംബിൾ ചെയ്തപ്പോൾ ഗ്യാസ് ജനറേറ്ററിനുള്ളിൽ പൊടി കയറാതിരിക്കാൻ ഉപയോഗിച്ച ഒരു കവർ എടുത്തു മാറ്റാൻ മറക്കുകയും ചെയ്തിരുന്നു. സെൻസറുകളിൽ ഇവ 2 പെട്ടതോടെയാണ് ഓട്ടോ ഷട്ട് ഡൗൺ മെസ്സേജ് ജനറേറ്റ് ചെയ്തത്. ജെമിനി 6-ന് ഡോക്കിംഗ് നടത്തേണ്ട ജെമിനി 7-ന്റെ സ്പേസ് ഒഡീസി അവസാനത്തോട് അടുത്തുകൊണ്ടുവരുന്നു. 3 ദിവസം കൊണ്ട് ജെമിനി 6 വീണ്ടും വിക്ഷേപണത്തിന് റെഡിയായി. 65 ഡിസംബർ 15-ന് ഇത്തവണ വിക്ഷേപണം സുഗമമായി തന്നെ നടന്നു. 434 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ
രണ്ട് ദൗത്യങ്ങളിലെയും റഡാറുകൾ തമ്മിൽ ബന്ധം സ്ഥാപിച്ചു. ഷീറ തന്റെ ദൗത്യത്തിന്റെ നിയന്ത്രണം ടോക്കിംഗ് കമ്പ്യൂട്ടറിനെ ഏൽപ്പിച്ചു. ഏറെ കഴിയുന്നതിന് മുൻപ് ദൂരെ വലിയ ശോഭയോടെ ഒരു നക്ഷത്രത്തെ കണ്ടു. സിറിയസ് ആണെന്നാണ് ഷിറ ആദ്യം ധരിച്ചത്. അത് ജെമിനി 7 ആയിരുന്നു. കൊച്ചു കൊച്ചു റോക്കറ്റുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ജെമിനി 6 ജെമിനി 7മായി 30 സെന്റിമീറ്റർ വരെ അടുത്തെത്തി. 20 മിനിറ്റ് നേരം അവരൊന്നിച്ച് പറന്നു. ഷീറ ജെമിനി 7 ചുറ്റും വലം വെച്ചു. ഉറങ്ങാനുള്ള സമയമായതോടെ ആകസ്മികമായ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി ദൗത്യങ്ങളെ 30 കിലോമീറ്ററോളം ദൂരേക്ക് കൊണ്ടുപോയി. ചരിത്ര ദൗത്യത്തിന് ശേഷം അടുത്ത ദിവസം ജെമിനി 6 ലാൻഡ് ചെയ്തു. 1965 ഡിസംബർ 4 ജെമിനി 7 വിക്ഷേപിച്ചത്. ഫ്രാങ്ക് എഫ് ബോർമാൻ ആയിരുന്നു കമാൻഡ്, ജെയിംസ് എ ലോവൽ പൈലറ്റും. ദീർഘസമയ യാത്രകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു ജെമിനി 7 പ്രധാന ലക്ഷ്യം. മനുഷ്യ വിസർജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. അവ ശേഖരിച്ച് പ്രത്യേക അറകളിൽ സൂക്ഷിക്കുക മാത്രമാണ് അന്ന് നിലവിലുണ്ടായിരുന്ന മാർഗം. പുരുഷന്മാർക്കുള്ള ഒരു ടോയ്ലറ്റിൽ 14 ദിവസം തുടർച്ചയായി ജീവിച്ചു എന്നാണ് തിരിച്ചെത്തിയ ശേഷം യാത്രികർ പറഞ്ഞത്. തങ്ങൾ ഇനി വിവാഹിതരായി ഒന്നിച്ച് ജീവിക്കാൻ പോവുകയാണെന്നും. ഭാരം കുറഞ്ഞതും വാഹനത്തിനുള്ളിൽ വെച്ച് അഴിച്ചു മാറ്റാവുന്നതുമായ ലൈറ്റ് വെയ്റ്റ് സ്പേസ് സ്യൂട്ടായിരുന്നു ഈ യാത്രയിലെ ഒരു പുതുമ. 20ഓളം പരീക്ഷണങ്ങൾ ആസ്ട്രോനോട്ടുകൾക്ക് ചെയ്യാനുണ്ടായിരുന്നു. എന്നാലും സമയം ബാക്കിയായിരുന്നു. പുസ്തക വായന തന്നെയായിരുന്നു അധികമുള്ള സമയം ചെലവഴിക്കാനുള്ള പ്രധാന ഉപാധി. ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ സമയം ബാക്കിയാവുന്നുവോ അവിടെയൊക്കെ വായന കടന്നു വരുന്നു. ഉറക്കം ഒരുമിച്ചാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. നീണ്ട യാത്രയായതിനാൽ രാവിലെ വാർത്ത കേൾക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ആധുനിക മനുഷ്യന്റെ മറ്റൊരു ശീലം. ഒരു ബഹിരാകാശ യാത്രയായാൽ പോലും ഏതാനും ദിവസം നാട്ടിലെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഡെസ്പറേറ്റ് ആവും. 2ാമത്തെ ദിവസത്തെ പ്രഭാത വാർത്തയിൽ ന്യൂയോർക്കിന് മുകളിൽ വെച്ച് 2 വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതിൻ്റെ വിവരങ്ങളുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ യാത്രക്കാർ 2 വാഹനങ്ങൾ തമ്മിൽ സന്ധിക്കുന്നതിനുള്ള പദ്ധതിയുമായിട്ടാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം പോലെ തന്നെ അത്യാവശ്യമായി മാറിയിരിക്കുന്നു വാർത്തകളും. ടെലിഗ്രാഫ് ഇല്ലാതിരുന്ന കാലത്ത് മാസങ്ങളോളം നീണ്ടുനിന്ന കപ്പൽ യാത്രകളെക്കുറിച്ച് ഇവിടെ ഓർമ്മിക്കാവുന്നതാണ്. 16ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലാണ് കൈകൊണ്ടെഴുതിയ വൃത്താന്ത പത്രങ്ങൾ പ്രചാരത്തിൽ വന്നത്. സ്പേസ് യാത്രയിൽ ആദ്യമായി ഒരു യാത്രികന് സ്പേസ് സ്യൂട്ട് അഴിച്ചു വെക്കാൻ അനുവാദം കിട്ടി. 2 പേർക്കും മാറി മാറി സ്യൂട്ടിൽ നിന്ന് പുറത്തു വരാം. ലോവലിന് തടി കൂടുതലായിരുന്നതിനാൽ സ്യൂട്ട് അഴിക്കുകയും ധരിക്കുകയും ചെയ്യുന്നത് ഏറെ പ്രയാസകരമായിരുന്നു. ബോർമാൻ തൻ്റെ അവസരം കൂടി ലോവലിന് നൽകുകയും സ്വയം സ്പേസ് സ്യൂട്ടിനുള്ളിലിരുന്ന് വിയർക്കുകയും ചെയ്തു. സാമാന്യം വലിപ്പമുള്ള ഒരു കാറിൻ്റെ മുൻസീറ്റുകളുടെ വലിപ്പമേ അവരുടെ വാഹനത്തിനുണ്ടായിരുന്നുള്ളൂ എന്നോർക്കണം. ജോലിയും ഭക്ഷണവും ഉറക്കവും വിസർജനവുമൊക്കെ അതിനുള്ളിൽ തന്നെ. വിസർജ്യങ്ങൾ സൂക്ഷിക്കുന്നതായിരുന്നു ഏറെ ദുഷ്കരം. 2 ദിവസങ്ങൾക്ക് ശേഷം ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ബോധ്യമായതോടെ 2 പേർക്കും സ്യൂട്ട് ഒഴിവാക്കാൻ അനുവാദം ലഭിച്ചു. ദിവസങ്ങളോളം ബഹിരാകാശ പേടകത്തിൽ കഴിയുന്നവർക്ക് വലിയ രീതിയിൽ താരൻ്റെ ശല്യമുണ്ടാകുമത്രേ. ത്വക്കിൻ്റെ സൂക്ഷ്മ ശകലങ്ങൾ പൊഴിയുന്നത് യാത്രികർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം ഉപകരണങ്ങളിലും പ്രശ്നം സൃഷ്ടിക്കും. യാത്രയ്ക്ക് 2 ആഴ്ച മുമ്പ് മുതൽ മുൻകരുതൽ മരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നതിനാൽ ആ പ്രശ്നവും പരിഹരിക്കാനായി. ഡിസംബർ 15 ആയപ്പോഴേക്കും ജെമിനി 7 11 ദിവസത്തെ യാത്ര പൂർത്തിയാക്കിയിരുന്നു. ആ സമയം ജെമിനി 6 റോണ്ടവ്യൂ ദൗത്യവുമായി അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. 2 യാനങ്ങളും 30 സെന്റിമീറ്റർ വരെ അടുത്തെത്തി. വേണ്ട സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സുഗമമായി ഡോക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്നീടുള്ള 3 ദിവസം ഏറെ പ്രയാസപ്പെട്ടാണ് അവർ തള്ളി നീക്കിയത്. 14ാം ദിവസം ബഹിരാകാശത്തിലെ ഏറ്റവും നീണ്ട യാത്രയുടെ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് അവർ ലാൻഡ് ചെയ്തു. ക്ഷീണിതരെങ്കിലും ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരുന്നു. ബഹിരാകാശ മത്സരത്തിൽ സോവിയറ്റ് യൂണിയൻ പിന്നാക്കം പോയി തുടങ്ങിയിരുന്നു. എങ്കിലും അമേരിക്കയുടെ ജെമിനി പ്രൊജക്ടിനോട് കിടപിടിക്കുന്ന ഒന്നായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ലൂണ പ്രൊജക്ട്. 1959 മുതൽ 76 വരെ നീണ്ടുനിന്ന പരിപാടി. ആദ്യം ചന്ദ്രനെ ചുറ്റിപ്പറന്നതും ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയതും ആദ്യമായി ചന്ദ്രന്റെ അദൃശ്യഭാഗത്തിന്റെ ചിത്രങ്ങൾ എടുത്തതും ലൂണ ദൗത്യങ്ങളായിരുന്നു. ഇതൊക്കെ മുൻപത്തെ എപ്പിസോഡുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചുറ്റിപ്പറക്കുന്നവ, ഇടിച്ചിറങ്ങുന്നവ, സോഫ്റ്റ് ലാൻഡറുകൾ,
റോവറുകൾ ഇങ്ങനെ പല വിഭാഗങ്ങളായി 2 ഡസനിലേറെ ലൂണ ദൗത്യങ്ങൾ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിക്കുകയുണ്ടായി. പലതും പരാജയപ്പെട്ടു. വിജയിച്ചവയെക്കുറിച്ച് കാലക്രമമനുസരിച്ച് വിശദീകരിച്ചു പോകാം. ചന്ദ്രനിൽ ഒരു വാഹനത്തെ സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കുക എന്നതായിരുന്നു ലൂണ പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യം. ആ അർത്ഥത്തിൽ അത് ജെമിനിയേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു. ചാന്ദ്രഗോളത്തിൽ പച്ച നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോളോ ദൗത്യങ്ങൾ ഇറങ്ങിയ ഇടങ്ങളാണ്. ചുവപ്പ് ലൂണയും മഞ്ഞ സർവേയറും ലാൻഡ് ചെയ്ത സ്ഥലങ്ങളാണ്. ലൂണ പ്രോഗ്രാമിൽ 11ാമത്തേതായിരുന്നു ലൂണ 8. 65 ഡിസംബർ 3-നാണ് വിക്ഷേപിച്ചത്. പിറ്റേ ദിവസം നടത്തിയ വിജയകരമായ പദപരിഷ്കരണത്തിലൂടെ ദൗത്യം സുഗമമായി ചന്ദ്രനെ സമീപിച്ചു. പക്ഷെ അവസാന നിമിഷം സംഭവിച്ച ചില തകരാറുകൾ മൂലം ദൗത്യം ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചു തകരുകയാണ് ഉണ്ടായത്. ഇറങ്ങുമ്പോഴത്തെ ആഘാതം താങ്ങുന്നതിനായി പേടകത്തെ പൊതിഞ്ഞിരിക്കുന്ന എയർ ബാഗിൽ ചെറിയ സുഷിരമുണ്ടായി. ഇതേ തുടർന്ന് പേടകം ഭ്രമണം ചെയ്യാൻ ആരംഭിക്കുകയും റിട്രോ റോക്കറ്റുകൾ പൂർണ്ണമായി ജ്വലിപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അപ്പോളോ പ്രൊജക്ടിനോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ മറ്റൊരു പ്രോഗ്രാമായിരുന്നു പയനീർ. ഗ്രഹാന്തരീയ സ്ഥലത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു ലക്ഷ്യം. പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം സ്പേസിലെ റേഡിയേഷനെ കുറിച്ചുള്ള പഠനമായിരുന്നു. 2 ഘട്ടമായിട്ടാണ് പ്രോഗ്രാം നടന്നത്. 58 മുതൽ 60 വരെയുള്ള ആദ്യ ഘട്ടം മിക്കവാറും പരാജയങ്ങളായിരുന്നു. 65 മുതൽ 92 വരെ നീണ്ട 2ാമത്തെ ഘട്ടത്തിലാണ് പയനീർ 10, 11 തുടങ്ങിയ ചരിത്ര ദൗത്യങ്ങൾ വിക്ഷേപിക്കുന്നത്. ഓരോന്നിനെക്കുറിച്ച് വഴിയെ വിവരിക്കാം. 65 ഡിസംബർ 16-നാണ് പയനീർ 6 വിക്ഷേപിച്ചത്. 62 കിലോ ഭാരമുള്ള ഒരു കൊച്ചു ക്യാപ്സ്യൂളായിരുന്നു അത്. 66 മാർച്ച് ആയപ്പോഴേക്കും അതിൽ നിന്ന് 25 കോടിയോളം റീഡിങ്ങുകൾ ഭൂമിയിലെത്തിയിരുന്നു. 6 മാസത്തോളം ആയുസാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 1970 ആയപ്പോഴേക്കും അത് 6 തവണ സൂര്യനെ പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞിരുന്നു. സൗരയൂഥത്തെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തു. 1997 ആയപ്പോഴേക്കും പയനീർ 6-ൽ നിന്ന് ഡേറ്റ സ്വീകരിക്കുന്നതിൻ്റെ ചിലവ് താങ്ങാനാവാതെ നാസ മിഷൻ പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചു. എന്നാലും 2000 ഡിസംബറിൽ വിക്ഷേപണത്തിൻ്റെ 35ാം വർഷം ആഘോഷിക്കുന്നതിനു വേണ്ടി പയനീർ 6-മായി 2 മണിക്കൂറോളം ബന്ധം സ്ഥാപിച്ചിരുന്നു. അതായിരുന്നു അവസാനത്തെ കോണ്ടാക്ട്. സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ആ യന്ത്ര സംവിധാനം ഇനിയും ഏറെക്കാലം സൂര്യന് വലം വെച്ചേക്കാം. 12ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.